നമ്മുടെ നാട്ടിൽ ചില ബിരുദന്മാരുണ്ട്. വാചകമടിച്ച് മറ്റുള്ളവരെ വീഴ്ത്താനും കബളിപ്പിക്കാനും വലിയ മിടുക്കാണ്. സോളാർ തട്ടിപ്പ് കേസ് പ്രതി ബിജു രാധാകൃഷ്ണനും ഇങ്ങനെ കുറേ പേരെ പറ്റിച്ചിട്ടുണ്ട്. കുറച്ചുനാൾ ജയിലിലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടും അയാളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ന്യൂസ് 18 ബിജുവിൻ്റെ പുതിയ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്ത പുറത്തു കൊണ്ടുവന്നത്. CSR ഫണ്ട് തട്ടിപ്പിലും ബിജു രാധാകൃഷ്ണനെതിരെ പോലീസ് കേസ്. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കടവന്ത്ര പോലീസാണ് കേസെടുത്തത്. ഹൈക്കോടതി അഭിഭാഷക നിഷ പീറ്റർ കേസിൽ 2ാം പ്രതിയാണ്. ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ബിജു രാധാകൃഷ്ണന്റെ പുതിയ തട്ടിപ്പ് സാമ്രാജ്യം ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. സന്നദ്ധ സംഘടനകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ CSR ഫണ്ട് തരപ്പെടുത്താമെന്ന് വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു. മതിയായ രേഖകളോ രസീതോ നൽകാതെ കറൻസി നോട്ടുകൾ വഴിയായിരുന്നു ഇടപാടുകൾ. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ നിലമ്പൂർ സ്വദേശി റിൻഷാദും അങ്കമാലി സ്വദേശി ഏലിയാസും പരാതിയുമായി രംഗത്തെത്തി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി താഴെത്തട്ടിലേക്ക് അയച്ചെങ്കിലും കേസെടുക്കാൻ കടവന്ത്ര പോലീസ് ആദ്യം തയ്യാറായില്ല. തുടർന്ന് കോടതിയിൽ സമർപ്പിച്ച സ്വകാര്യ അന്യായത്തിലാണ് കേസെടുക്കാൻ ഉത്തരവിട്ടത്. ബിജു രാധാകൃഷ്ണനാണ് കേസിൽ 1ാം പ്രതി. ഭാര്യയെന്ന് പരാതിക്കാർക്ക് ബിജു പരിചയപ്പെടുത്തിയ അഡ്വക്കേറ്റ് നിഷ പീറ്ററാണ് 2ാം പ്രതി. ബിജുവിന്റെ ജീവനക്കാരായ ബെർലിൻ, വേണുഗോപാൽ എന്നിവരാണ് 3ഉം 4ഉം പ്രതികൾ. ആലപ്പുഴ സ്വദേശിയായ വേണുഗോപാൽ പോലീസിൽ നിന്നും വിരമിച്ചയാളാണ്. BNS പ്രകാരം വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഗൂഢാലോചന എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ബിജു ജോർജ്, ബിജു പൗലോസ് തുടങ്ങിയ പേരുകളിൽ ആൾമാറാട്ടം നടത്തിയാണ് ബിജു രാധാകൃഷ്ണൻ തട്ടിപ്പ് നടത്തി വന്നത്. ബിജുവിന്റെ തട്ടിപ്പുകളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി നേരത്തെ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് നടപടിയെടുക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ദക്ഷിണ മേഖല IGക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 4 ഓഫീസുകളാണ് ബിജുവിനും കൂട്ടാളികൾക്കും ഉണ്ടായിരുന്നത്. പണം നഷ്ടമായ ഇടപാടുകാർ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് പനമ്പള്ളി നഗറിലെ ഓഫീസ് ഒക്ടോബറിൽ പൂട്ടിയിരുന്നു. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് കാക്കനാട്ടെ മെറിഡിയൻ പ്രൊജക്ട് പ്രൊഫഷണൽസ് എന്ന ഓഫീസും പൂട്ടിയിരുന്നു. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകത്തിലും NHF എന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു. മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്നിവ സ്ഥാപിക്കാൻ കോടികൾ നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇരകളെ വീഴ്ത്തിയത്. ഗോത്രമേഖലയിലെ സർക്കാർ പദ്ധതികൾക്കടക്കം ഫണ്ട് ചെലവഴിക്കുന്നത് താനാണെന്നും ബിജു അവകാശപ്പെട്ടിരുന്നു. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.